ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് പറയല്ലേ ജി. ഗുഡ് മോർണിംഗ്. ഇത് രാവിലെ മഞ്ഞ് മൂടി കിടക്കുന്നത് ഞങ്ങളുടെ വയലിനവിടെ വന്ന് നിൽക്കുക ഞാൻ ലിജിയുടെ. അപ്പോൾ അതെ നല്ല രസമുണ്ട് രാവിലത്തെ ക്ലൈമറ്റ്. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിൽ കൊടുത്തു. രാവിലെ അമ്മ വീട്ടിലേക്ക് പോവാണ് ജി. അപ്പോൾ അതുകൊണ്ട് അമ്മേനെ കൊണ്ടുവിടാൻ ഞാൻ പോവാണ്. ഞാൻ ലിജിയുടെ പോവാം. ലിജിക്ക് ഒറ്റയ്ക്ക് എത്തിയിട്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട്, ഊബർ ടാക്സി വിളിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഊബറൊക്കെ ഓടുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഓട്ടോക്കാരുണ്ടെങ്കിൽ അവിടെ സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മൾ ഊബർ എടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിവിടെ ഈ വയലിൻ്റെ ഭാഗത്ത് വന്നിരിക്കുക. അപ്പം അതാണ് സംഭവം. റെഡി ആയിട്ട് ഇപ്പം ഉണ്ട്. നമ്മുടെ ഫോണെന്ത് ഉണ്ടോ? ഉറപ്പാണോ? ചൂലൊക്കെ ആയിട്ടാണ് പോകണേട്ടോ. ഇവിടുന്ന് ചൂലുണ്ടാക്കിയിട്ട് കോഴിക്കോടിന് കോഴിക്കോടിന്ന് പോയി കൊല്ലത്തേക്ക് പോയി ചൂലൊക്കെ ഉണ്ടാക്കിയിട്ട്. വണ്ടി വരുന്നില്ലല്ലോ. അല്ല ഞങ്ങള് അല്ലല്ല റെയിൽവേ സ്റ്റേഷൻ വരെ പോകും. കാലുണ്ട് വിജയന്റെ കാല് ഒക്കെ ഉണ്ട് കേട്ടോ. വണ്ടി ഇങ്ങോട്ട് വരാറുണ്ട്, കാണുന്നില്ല. ഒന്ന് നോക്കട്ടെ എന്ന്. അച്ഛനെ കൊണ്ടുവരാൻ അമ്മ ശ്രമിക്കണം. വീൽച്ചെയറിന്റെ ബാക്കി തന്നെ കഴിച്ചില്ലല്ലോ. അത് ഇനി ആര് കഴിക്കും? അത് അരിയിട്ടില്ലായിരുന്നല്ലോ. വണ്ടി കാണുന്നില്ല കേട്ടോ. വണ്ടി ഒന്ന് നോക്കട്ടെ. സമയം പോകുന്നോറും ബുദ്ധിമുട്ടേ. ആ ഓക്കെ. വണ്ടി എത്തിയേട്ടാ. നമ്മള് വീട്ടില് വീൽ ചെയർ വെച്ചിട്ടുണ്ട്. ചേട്ടാ സൈഡ് പറഞ്ഞോളെ. വീട്ടില് വീൽ ചെയർ വെച്ചേട്ടോ. ലിജി ഫ്രണ്ടിലിരുത്തി. ഓക്കെ ഏട്ടാ, പോയിട്ടെ. ഓക്കെ പോട്ടെ. ഓക്കെ പോ. യൂട്യൂബില് ലിജി സുജിത്ത് അടിച്ചു നോക്കണേന്ന്. അതുമായിട്ട് കമ്പനിയായി. പരിചയപ്പെടുത്തി ഓരോ കാര്യങ്ങൾ യൂട്യൂബ് ഉണ്ട് കാണണേന്ന് പറഞ്ഞല്ലോ. ഓ ചെയ്യലുണ്ട്. ഞാൻ എടുത്തു തരാം. ലിജിയുടെ ഫോൺ എന്താ എടുത്തില്ലേ? തരാം. ബായി രാവിലെ പണിക്ക് പോകണ്ട. ഇവിടെ നെയ്ബർ ബായി ബായി സൈക്കിളെ പണിക്ക് പോവാ രാവിലെ. കയ്യാണിച്ചത് ഇവിടെ ദേഹത്ത് കട്ടല്ലേ പുള്ളിയോടെ വീഴുവേ. രാവിലെ പണിക്ക് പോവാൻ പിടിച്ച ബായ് നമ്മുടെ അപ്പുറത്ത് രീതി. അല്ലേ ബായ് കേട്ടില്ല. ബായ് വേറെ എവിടെയൊക്കെ നോക്കുമ്പോ രാവിലെ പണി കിട്ടുമോ? പണി ഉണ്ടാവും. ഇന്നലെ പണിയില്ലായിരുന്നു. ആ ചുട്ടിയൊക്കെ പറഞ്ഞിട്ട് പോയിട്ടില്ല. ലിജിത ഫോണ് വയ്ക്കാം കേട്ടോ. അവനെ യൂട്യൂബ് ചാനൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഫോണ് വെക്കൊണ്ടിരിക്കാം. ചെയ്യാല വണ്ടി അവിടെ നിർത്താനേ പറ്റുള്ളൂ. നമ്മൾ എന്നിട്ട് അവിടെ നിർത്തിയിട്ട് ഇവിടെ വരണം കേട്ടോ. ഇവിടെ അവരുടെ VIP ആയിട്ടുള്ള ആൾക്കാരുടെയൊക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. നമ്മളെ പോലെ വീൽ ചെയർ വരുന്നവർക്ക് വണ്ടി ദൂരെ നിർത്തിയിട്ട് ഞങ്ങൾക്ക് നടന്നു പറഞ്ഞത്. നമ്മളിത് ലിഫ്റ്റിൽ കയറി കേട്ടോ. നമ്മുടെ ഒരുപാട് സ്നേഹിതരെ കണ്ടേട്ടോ. ഒരുപാട് പേര് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് മിണ്ടി. ചേച്ചി വരെ പേര് വയ്ക്കാൻ പറ്റില്ല, സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഓടിപ്പോയിരുന്നു കേട്ടോ. ഇറങ്ങിക്കോ. ലിഫ്റ്റ് ഇറങ്ങട്ടെ. സ്റ്റേഷൻ്റെ അവിടെ എത്തിയേട്ടോ. നമ്മുടെ വന്നിട്ട് 11 കേട്ടോ നമ്മുടെ കോച്ച്. അവിടെ വന്നിട്ടിരിക്കും. ഇത് വേറെ ട്രെയിനാണ്, നേത്രാവതി എക്സ്പ്രസ് ആണ് കേട്ടോ. ഇത് രാവിലെ കടിയൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനും അമ്മ ചായ ഒരു വടയും കഴിച്ചോട്ടോ. ലിജി ഒരു ബിസ്ക്കറ്റ് കഴിക്കും. രാവിലെ ചെറിയ വിശപ്പ് മാറാനായിട്ട്.
അതെ അമ്മ അതേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മുടെ ആദ്യത്തെ ഒറ്റയ്ക്കുള്ള ദീർഘദൂര യാത്രയാണ് അല്ലേ? ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ആദ്യമായിട്ട് യാത്ര ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ആ ശരിതാ. ട്രെയിൻ എത്തിയത് അമ്മ യാത്രയൊക്കെ പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. 26 ഇതിൽ കയറിയിട്ട് ഇടത്തോട്ട് കയറണം കേട്ടോ. അങ്ങനെ അതെ അമ്മയുടെ ട്രെയിന് പോയിട്ടോ. വലിയൊരു പണി കിട്ടി. അമ്മയുടെ സീറ്റിൽ ഒരാൾ കയറിയിരിക്കുക. അമ്മ എടുത്ത ടിക്കറ്റിൽ അവരുടെ ടിക്കറ്റാണെന്നും പറഞ്ഞ് അവിടെ കയറിയിരിക്കുക. ഇത് TTR വരെ അവർ മാറുന്നുമില്ല. അവർ വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അപ്പോൾ ഒരു TTR വന്നവർക്ക് ടിക്കറ്റ് കൊടുത്തെന്ന് പറഞ്ഞ് അതിനകത്ത് കയറിയിരിക്കുക. മാറുന്നില്ല, പറഞ്ഞിട്ട് മാറണില്ല. അമ്മ ഈ വിധം അറിയാത്തതുകൊണ്ട് അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുക. വേറെ സീറ്റിലിരിക്കുക. ഇനി അവർ വരുമ്പോൾ എന്തായാലും TTR വരട്ടല്ല, നമുക്ക് റെയിൽവേ പോലീസ് കംപ്ലയിൻറ്റ് ചെയ്യാം. ഇല്ലേ രുചി? അല്ല അമ്മ കുറച്ചായിട്ട് വിളിക്കാം. TTR വരുമ്പോഴത്തേനേ പോണ്. ഇനി 5:30 ആകുമ്പോൾ കൊല്ലത്തെത്താം. ഈ ട്രെയിനിൽ പോകണ്ടെന്ന് അമ്മയെടുത്ത് ഞാൻ പറഞ്ഞതാണ്. എന്ത് ചെയ്യാനാ? ഇതൊരു വൃത്തിയുടെ ട്രെയിൻ കേട്ടോ. തോന്നുന്ന സ്ഥലത്തൊക്കെ ആൾക്കാരെ കയറിയിരിക്കും. അങ്ങനെ ഞങ്ങളിതേ അമ്മേനെ കൊണ്ടാക്കിയിട്ട് പുറത്ത് വന്നു കേട്ടോ. അമ്മയ്ക്ക് സീറ്റ് TTR വന്നിട്ട് മാറി കൊടുത്തില്ല. അവിടെ തന്നെ ഇരുന്നോളാൻ പറഞ്ഞു. വേറെ സീറ്റ് ഉണ്ടായിരുന്നു. അവർ മറ്റൊരു മാറി തരുന്നില്ല. അവരുടെ സീറ്റ് അവരിരുന്ന സീറ്റാണെന്നൊക്കെ എന്തൊക്കെ കഷ്ടങ്ങൾ കേട്ടോ. ആൾക്കാർ ഇന്റർവ്യൂവിൽ ഇങ്ങനെ പുച്ഛിക്കരുത് ടിക്കറ്റ് എടുക്കുന്നവരെ. ടിക്കറ്റ് എടുത്തത് നമുക്ക് സുരക്ഷയായിട്ട് നമ്മുടെ ടിക്കറ്റ് കൺഫേം ടിക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വേറെ ആൾക്കാർ കയറുന്നിട്ട് അവരുടെ ടിക്കറ്റാണെന്ന് പോലും. അല്ല അവരുടെ സീറ്റാണ് TTR ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞെന്ന്. TTR മാറാൻ പറഞ്ഞിട്ട് മാറുന്നില്ല. ഇരിക്കാൻ പറഞ്ഞത് ഓക്കെ, അവർ കേട്ട്. മാറാൻ പറയുമ്പോൾ പറ്റുന്നില്ല. അതാ സംഭവം കേട്ടോ. പിന്നെ ഇത് ടാക്സി ആണെന്ന് കേട്ടോ. നമുക്ക് ടാക്സി എടുത്ത് പോകണ്ട, നമുക്ക് ഊബർ എടുത്തു. അവിടെ ആകുമ്പം 220 രൂപ നമ്മൾ ഇങ്ങോട്ട് വന്ന ടിക്കറ്റിന്. തിരിച്ചു അതേണൊക്കെ ഒരു 220 രൂപയുടെ ടിക്കറ്റത്തെ വണ്ടിയെല്ലാം കിട്ടുവാണെങ്കിൽ അതൊരു പോകാമല്ലോ. അപ്പോൾ നമുക്കിനി വീട്ടിൽ പലർജി ആ പിന്നെ ഞങ്ങൾ വിഷയക്ക് പോകണില്ല. നമ്മുടെ വണ്ടി കിട്ടിയിട്ടില്ല. വണ്ടി കിട്ടുവാണെങ്കിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഇതാകുമ്പം ഭയങ്കര പൈസ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഭയങ്കര ചാർജാണ്. നോക്കട്ടെ. അപ്പോൾ നമ്മളിതേ തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. പുതിയ ഊബർ എടുത്തിട്ട് വേറെ ഊബർ എടുത്തിട്ട് പോകാം. അമ്മയ്ക്ക് സീറ്റും കിട്ടി. വീട്ടിലെത്തി. നമുക്ക് വീട്ടിലേക്ക്. അപ്പോൾ റഷീദ് എന്ന് പറഞ്ഞാൽ ഒക്കെയാണ് കേട്ടോ നമ്മളിവിടെ ആക്കിയത്. നമുക്ക് വീട്ടിൽ പോകാം. ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി കേട്ടോ. രാവിലെ കാപ്പി കുടിച്ചില്ല. അമ്മ ഒരു ചായയും ഒരു വടയും കഴിച്ചിട്ട് പോയത്. അമ്മ രാവിലെ കാപ്പി കുടിക്കണേ ഇവിടെ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലത്തെ ഫുഡ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിക്കണ ആളായിട്ട് അമ്മ കഴിച്ചില്ല. എനിക്ക് ആകെ ഒരു സങ്കടം ആണോ? ആരും ഇല്ലാത്ത പോലെ സങ്കടം. ആരും നമ്മൾ രണ്ടും ഉണ്ടല്ലോ. ആ അമ്മ ഇവിടെ നിന്നാലും അമ്മയ്ക്ക് വൈകുന്നേരം അമ്മ ഒരു മണിക്കൂർ മിനിറ്റ് ഇടവിട്ട് അച്ഛനെ വിളിച്ചോണ്ടിരിക്കും. അതിനേക്കാൾ അല്ലത് വീട്ടിൽ തന്നെ നിൽക്കട്ടെ. അച്ഛൻ അവിടെ എന്താണെന്നൊക്കെ അറിയാത്ത ടെൻഷൻ കൊണ്ട് ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കും. അമ്മ പോയപ്പോഴത്തേ ഡ്രസ്സൊക്കെ അലക്കിയിട്ടിട്ട് പോയേക്കോട്ടോ. ഞാൻ അലക്കണ്ട പറഞ്ഞാലും അമ്മ എടുത്ത് വാരിയിട്ട് അലക്കും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കരുതിയത് ഇനിയിപ്പം ചെല്ലട്ടെ, വീട്ടിലോട്ട് എന്നിട്ട് കാര്യങ്ങളൊക്കെ നടത്തട്ടെ. അല്ലേ ജി? രാവിലെ ഞങ്ങൾ ചോറ് വെക്കാൻ പോകും. അമ്മ ഇന്നലെ അത്യാവശ്യം 2-3 അച്ചാറൊക്കെ ഇട്ട് വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇല്ലേ ജി? അച്ചാറുണ്ട്, ഇന്നലത്തെ മോരുകറി ഉണ്ട്. അപ്പോൾ ഞങ്ങളിനി ചോറ് കഴിക്കാൻ തരും. ഉണക്കമീൻ ഇരിപ്പുണ്ട് കേട്ടോ. അതുകൂടെ വറുത്തിട്ട് കഴിക്കാൻ കരുതി. നമുക്ക് ഇന്നുകൂടെ വണ്ടി കിട്ടുവാണെങ്കിൽ, വണ്ടി ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. വണ്ടി ഏതായാലും കിട്ടും. അതെ. അപ്പോൾ നമ്മളിപ്പോൾ വന്ന ടാക്സിക്ക് ഇപ്പോൾ ഇങ്ങോട്ടായത് 232 രൂപ പൈസ കേട്ടോ. റെയിൽവേയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ ഇങ്ങനെ വണ്ടി എടുത്തിട്ട് പോകാം. പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഊബർ ടാക്സി ആണല്ലോ. അപ്പോൾ അവർക്കെന്ന് വെച്ചാൽ കുറച്ച് ടൈമിനുള്ളിൽ കൂടുതൽ ഓട്ടോ എടുത്താലേ അവർക്ക് നേട്ടം ഉണ്ടാവുള്ളൂ. അവർ വന്നിട്ട് വീൽ ചെയറൊക്കെ ഇജിനെ കയറ്റിയിരുത്തി വീൽ ചെയർ മടക്കി വെച്ച് വരുമ്പോൾ ഒരുപാട് സമയങ്ങൾ പോകുമ്പോൾ ഓട്ടോമാറ്റിക് അവർക്ക് നഷ്ടമാണ് കേട്ടോ അങ്ങനെ ഓടുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത കേട്ടോ സംഭവം. ഇങ്ങനെ ഈ ഒരു ടാക്സി എടുത്ത് പോകാത്തതിൻ്റെ കാര്യം അത് തന്നെയാണ്. നമുക്കപ്പോൾ വണ്ടി ഏതെങ്കിലും ചെറിയ പൈസയ്ക്ക് എന്തെങ്കിലും വാടകയ്ക്ക് വണ്ടി കിട്ടുവാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കും. ഇല്ലേ ജി?
അല്ലാതെ ഉണ്ടെങ്കിൽ നാളെ ഞങ്ങൾ ഈ ഇത് കണക്ക് ടാക്സി തന്നെ വിളിച്ച് പോകേണ്ടി വരും. കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അവർക്കുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില ബുദ്ധിമുട്ടുകൾ അല്ലേ മറന്നു പോയാൽ ഇത് ബായ് നമ്മൾ രാവിലെ അങ്ങോട്ട് പോകുമ്പോൾ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അതിപ്പം അന്നേരം ലിജി പുറകിൽ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബായ് ആകെ ടെൻഷൻ അടിച്ച് പോകുന്ന പണി ഉണ്ടായില്ല എന്ന്. ക്യാ ആജ് ചുട്ടിയേ കാമിനിയേ കാമിനിയേ ആ വെള്ളമില്ല. ഓ വെള്ളമില്ല. ഓ പാനി നീയേ വെള്ളമില്ലാത്തതുകൊണ്ട് ബായിക്കുന്ന പണിയില്ല കേട്ടോ. ബായി ആകെ ടെൻഷനില്ല. ആ ഓ 2000 ചലേക്കാന്ന് 2 ദിവസം ഇന്നലെ പണിയില്ലാതെ ഇന്നും പണിയില്ലാതെ. അപ്പോൾ 2000 രൂപ പോയി എന്നാ ബായി പറഞ്ഞു. ആ ഫോണിൽ പൈസ പോലും ഇല്ലാതെ. ആ ഞങ്ങൾ ബായി അങ്ങോട്ട് പോകുന്ന വേണ്ട. ഓക്കെ അപ്പോൾ എന്താ വെച്ചാൽ ബായിയുടെ മോനും മോളും ഒക്കെ അങ്ങ് അവിടെയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ബായി പൈസ കിട്ടുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കും കേട്ടോ. പൈസ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്നെ കൊണ്ട് ചില സമയങ്ങളൊക്കെ പൈസ ഇട്ട് പിടിപ്പിക്കുന്നത് കേട്ടോ. ഒരു സംഭവം ആള് കൊൽക്കത്ത എന്നുള്ള ആളാണ്. പക്ഷേ ആള് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ കേട്ടോ. എന്താ പറയുക അത്യാവശ്യം മലയാളമൊക്കെ സംസാരിക്കാൻ അറിയാം. കുറച്ച് കാലമായി വന്നിട്ട്. പിന്നെ നല്ലൊരു മനുഷ്യനാട്ടോ. നല്ല ഫാമിലിയാണ് കേട്ടോ അവർ. വെച്ചാൽ മോശം സ്വഭാവങ്ങളൊന്നുമില്ല. പൊതുവേ നമ്മൾ അന്യസംസ്ഥാന തൊഴിലാളികളെക്കുറിച്ച് ആക്രമണകാരികളും അങ്ങനെയൊക്കെയാണെന്നല്ലേ പൊതുവെ ഒരു ധാരണ. അതൊന്നുമില്ല. നല്ല മനുഷ്യനല്ലേ, നല്ല സ്വഭാവം എല്ലാവരും. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഇന്നത്തെ നെക്സ്റ്റ് പരിപാടിയിൽ കിടക്കട്ടെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് അമ്മ അരിയൊക്കെ ആട്ടാനായിട്ട് തുടങ്ങിയതല്ല രാത്രി. അപ്പോൾ ഞാനതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഉച്ചയ്ക്ക് ഫുഡ് എന്തോന്നുള്ളത് ഞാൻ നോക്കട്ടെ. ട്രെയിന് അവിടെ എത്തുമ്പം എറണാകുളം എത്തുമ്പോൾ എന്തെങ്കിലും ഭക്ഷണം അമ്മയ്ക്ക് ഓർഡർ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. ചേച്ചി നോക്കാം എന്തായാലും. അല്ലേ അമ്മ 5:30 വരെ വിശന്നിരിക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ അമ്മയും തിരികെ വീട്ടിലേക്ക് പോയി. അമ്മ ഉടനെ അച്ഛനെ വിളിച്ചുകൊണ്ട് വരണമെന്നൊക്കെ പറഞ്ഞ ലിജി പറഞ്ഞു വിട്ടേക്കുന്നത് അല്ലേ ലിജി? അല്ലേ ആ അച്ഛൻ അമ്മ ഇങ്ങോട്ട് വന്നാലും അമ്മയ്ക്ക് വിഷമ, ഭയങ്കര വിഷമ. ആ എപ്പോഴും അച്ഛനെ വിളിച്ചോണ്ടിരിക്കും. അച്ഛനെ വിളിച്ച് വെറുപ്പിക്കും. അപ്പം അത് വെറുപ്പിലാണെന്ന് നിനക്കറിയാം. എന്നിട്ടാണ് ഞാൻ എവിടെയെങ്കിലും പോകുന്നത് 5 മിനിറ്റ് ഇടവിട്ട് എന്നെ വിളിക്കുന്നത്. ചോറുണ്ടാൻ കയറിയാൽ കൈ എഴുതാൻ നേരത്ത് വിളിക്കും. ചോറ് കൊണ്ടുവച്ച് വായിലോട്ട് വെക്കുമ്പോൾ വിളിക്കും. പിന്നെ അത് കഴിയുമ്പോൾ കഴിച്ച് കഴിഞ്ഞോന്ന് ചോദിച്ച് വിളിക്കും. ഇത് സത്യം പറഞ്ഞ ഒരു അടവാണ്. പോകുന്നിടത്തെല്ലാം നമ്മൾ കൊണ്ടുപോകണം. അതിനുള്ള ഒരു അടവ്. പിന്നെ എന്താ ബുദ്ധിമുട്ട് പോലെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ രാവിലെ ചെയ്യാം കേട്ടോ. അതൊന്ന് സെറ്റാക്കാം. ഇതിപ്പോൾ രാവിലെ എക്സസൈസ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പരിപാടി കഴിഞ്ഞല്ലോ. വൈകുന്നേരം നമുക്കൊന്ന് എണീറ്റൊക്കെ നിൽക്കാം. കാരണം നമ്മൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാലേ ക്ഷീണം വരില്ല എനിക്ക് നാളെ പോയി അവിടെ ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വേദനയൊക്കെ എടുക്കുന്ന രീതിയിലൊന്ന് ചെയ്യാം. മുട്ടുകുത്തിയൊക്കെ നിന്ന് നോക്കാം. മുട്ടുകുത്തി വയ്ക്കുന്ന രുചിക്ക് ഇതുപോലെ ഇഷ്ടമില്ലാത്തൊരു സംഭവം വേറെ ഇല്ല. എന്നാലും നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ? അപ്പോൾ ഞങ്ങളൊന്ന് പോയിട്ട് രാവേ വെക്കാനുള്ള അരി എടുത്തു കേട്ടോ. ഞാനിതിൽ 2 ഗ്ലാസ് അരി എടുത്തു. ഇതിയോട് ചോദിക്കാം എത്ര അരി വേണം. ഇജി കിടക്കുവാണ്. ഈ ഗ്ലാസ്സിൽ എത്ര അരി വേണം? 2 മതി. ഉച്ചക്കത്തേക്കും 2 ഗ്ലാസ് മതിയോ? ഓ ഞാനിപ്പം ഉച്ചക്കത്തേക്ക് ഞങ്ങൾക്ക് 2 ഗ്ലാസ് വെച്ച് 2 പായസം ഉണ്ടാക്കേണ്ടി വന്നു. എന്നാൽ നമുക്ക് ചോറ് വെക്കാം കേട്ടോ. കാരണം ഇനി ഉച്ചക്കത്തെ ഫുഡ് അമ്മ കറിയും മോരെല്ലാം വെച്ച് തരണം. ചോറ് വെച്ചിട്ട് ഞാൻ കഴിക്കാമെന്ന് കരുതി. പിന്നെ വൈകുന്നേരത്തേക്ക് വേറെ എന്തെങ്കിലും വൈകുന്നേരത്തേക്ക് ചോറുണ്ടെന്നാണ് എനിക്ക് പറഞ്ഞു കേട്ടോ. ഞാനേ കുറേ ദിവസം ചെയ്യാതിരുന്നിട്ട് അറിയാമായിരുന്നു. ഞാൻ സാധാരണ 1.5 ഗ്ലാസ് അരി ഇടാറ്. അപ്പം എനിക്ക് 2 ഗ്ലാസ് ഇടാൻ പറയുന്നത്. എന്താണോ എന്തോ ഇതൊക്കെ ചെല്ലി പോലത്തെ സാധനം കയറുന്നു കേട്ടോ. ജയ അരിയാണ് കേട്ടോ അമ്മ നടത്തുന്നത്. കുക്കറെ വെക്കാതെ
കുക്കർ വെച്ചാൽ അരി കൊഴുകൊഴായിരിക്കും. ഒരു ചെറിയ പശ ഉണ്ടാകും പറഞ്ഞേ. പിന്നെ വെച്ചാൽ ഗുണമെന്താ വെച്ചാൽ പെട്ടെന്ന് റെഡിയാവും. മറ്റേ ഗ്യാസ് എല്ലാം കൂടെ തീർന്നു പോകും. ചോറ് വെച്ചാൽ കുറേ സമയം എടുക്കും. അരി ഇതൊന്നും വലിയ അഴുക്കില്ലാത്ത അരി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നെഞ്ഞിടെ കറിച്ച് ബ്രഞ്ചാക്കാൻ കരുതി. കുക്കറിൽ വെച്ച് ഇൻഡക്ഷൻ അതുകൊണ്ട് വെക്കാം. റെഡിയാക്കി എടുത്തേട്ടാ. പിന്നെ അമ്മ പോയപ്പോൾ ഇവിടെ എല്ലാം നല്ല വൃത്തിയായിട്ട് അടുക്കി വെച്ച് കുറേ പാത്രങ്ങളൊക്കെ ഇവിടെ എടുത്ത് മാറ്റി ഇതെല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റപ്പ് ആക്കി വെച്ചിട്ട് പോയ കേട്ടോ. ഇതുപോലെ എനിക്കിനി മെയിൻറ്റെയിൻ ചെയ്യണം. ഇവിടെ ആണെങ്കിലും പച്ചക്കറിയും പഴവും അതും ഇതൊക്കെ ആയിട്ട് ഇവിടെ വെച്ച് ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ നല്ല സെറ്റപ്പായിട്ട് റെഡിയാക്കി വെച്ചിട്ട് അമ്മ പോയേക്കുന്നത്. ഇനി ഞാൻ 2 ദിവസം കഴിയുമ്പം ഇതെല്ലാം അലങ്കോലപ്പെട്ട് പോകും ഞാൻ എങ്ങനെയൊക്കെ ചെയ്താലും. അപ്പം അതിന് ഒരു ടൂളെന്ന് വെച്ചാൽ അമ്മ അത് വിനാഗിരിയൊക്കെ വാങ്ങിയിട്ട് കൊണ്ടുപോയില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന സാധനം അതേക്ക് തിരിച്ച് അവിടെ തന്നെ വെക്കാം. അതാണ് നിർദ്ദേശം തന്നിട്ട് പോയത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. തൽക്കാലം നമുക്ക് ചോറ് വെക്കാം കേട്ടോ. ഞങ്ങളിത് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് രുചി കുറച്ചേരം ഉറക്കം നന്നായിട്ട് ഇറങ്ങിയില്ലേ. രാവിലെ വിളിച്ചു നടത്തിയിട്ട് ഞങ്ങൾ പോയതല്ലേ. രാവിലെ എന്ന് വെച്ചാൽ ലിജി ഉണന്നിട്ട് പിന്നെ ഒരു ഉറക്കം ഇറങ്ങി. ഇന്ന് ലിജി കേട്ടോ 5 മണിക്ക് എണീറ്റിട്ട് പിന്നെ ഒരു ഉറക്കം ഇറങ്ങി. ഞാൻ എണീറ്റപ്പോൾ ലിജി നല്ല ഉറക്കമാണ്. അപ്പോൾ ഉറക്കത്തിൽ എണീറ്റ് വന്നിട്ട് എന്നോട് പറയാം, ഞാൻ അവിടെ നിന്ന് വീൽചെയറിൽ ഇറക്കി ബെഡിൽ നിന്ന് ഇറക്കി അവിടെ കൊണ്ടിരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഒന്നും ഞാൻ ക്ലീൻ ചെയ്താൽ കണ്ടില്ല, ഫോണിൽ കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ക്ലീൻ ചെയ്ത് അവളുടെ മുന്നിലോട്ട് വന്നപ്പോൾ എന്നോട് പറയാം, അവിടെ തൂക്ക്, ഇവിടെ തൂക്ക്. കൊട്ടേഷൻ അടിക്കാനായിട്ട് രുചിനെ കഴിഞ്ഞിട്ട് ആൾക്കാരുള്ളു. അതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടേ ഒരു ഷർട്ട് എടുത്ത് മടക്കി ഇവിടെ ഇങ്ങോട്ട് വെച്ചപ്പോൾ അടുത്ത കൊട്ടേഷൻ എന്താ പറയാ മൊത്തം മടക്കാൻ. ഇതൊരെണ്ണം മടക്കാറിയെങ്കിൽ ബാക്കി എനിക്ക് മടക്കാറിയാം കേട്ടോ. ഞാനൊരു കാര്യം ചെയ്യാം, നിന്റെ എടുത്തോണ്ട് വരാം, മടക്കാവോ? പിന്നെ അടുക്കും ചിട്ടയുടെ വെച്ചിട്ട് പോയത് അല്ല ചോദിക്കട്ടെ, നിനക്കെന്താ അവിടെ പണി? ഇല്ലല്ലോ. അപ്പോൾ അതങ്ങോട്ട് മടക്കാവോ? ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാം. നമ്മളിതേ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകണം ഇനി കേട്ടോ. പഴയ പോലെ എൻ്റെ അടുത്ത് ഇതെടുന്ന് പറഞ്ഞോണ്ട് വരരുത്. നിനക്ക് പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണെന്നാ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. പിന്നെന്താ പ്രശ്നം? അത് കുഴപ്പമില്ല, ഞാൻ ഇപ്പം തുണി എടുത്തിട്ട് തരാട്ടാ. അത് ഭയങ്കര കൊട്ടേഷൻ അടി. അപ്പം എന്നോട് പറഞ്ഞത് അമ്മ വെച്ചേക്കുന്ന സാധനങ്ങളൊക്കെ അതേണക്ക് എടുത്താൽ അതേണക്ക് വെക്കണം. എപ്പോഴും ഓർമ്മിപ്പിക്കണം കേട്ടോ, എന്നെ ഓർമ്മിപ്പിക്കണം. നീ പ്ലേറ്റ് എടുത്താലും പാത്രം എടുത്താലും കഴുകി എവിടെ വെക്കണം അവിടെ തന്നെ വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ മറന്നു പോകും. നമ്മൾ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വേണം ഇനി സഞ്ചരിക്കാൻ കേട്ടോ. ഓക്കെ, ഞാൻ ഡ്രസ്സ് എടുത്ത് ഇട്ട് വരാം കേട്ടോ. ഡ്രസ്സ് എടുത്തിട്ട് ഓരോന്നായിട്ട് മടക്കണേ. രുചി ഡ്രസ്സൊക്കെ രുചി മടക്കണം കേട്ടോ. കുറച്ച് രുചിയുടെ ഡ്രസ്സ് മാത്രമല്ല എൻ്റെ ഡ്രസ്സ് മടക്കണം. ഈ ഒരു കാര്യം ഈ 4 എണ്ണം തൽക്കാലം മടക്ക്. എന്നിട്ട് എങ്ങോട്ട് ഇരുത്ത ഇങ്ങോട്ട് വാ പോരെ. ഞാൻ ഈ മടക്കാനുള്ളത് ഇവിടെ വെച്ചേക്കാം. മടക്കിയത് നീ എവിടെയൊക്കെ വേണം? ഫ്രണ്ടിലോട്ട് വെക്കോ മടക്കിയത്? ഓക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എനിക്ക് നമുക്ക് കൊടുക്കാം ടാസ്കൊക്കെ. അതെ, പയ്യെ അവിടെ ഇരുന്ന് മടക്കിയാൽ മതി, മടി പറയല്ല കേട്ടോ. കേട്ടോ, ഇത്ര നേരം എടുത്തോ, രാത്രി വരെ സമയം എടുത്തോ, വേറെ പണിയൊന്നുമില്ലല്ലോ. ഇത് കഴിഞ്ഞിട്ട് അങ്ങ് പോകുമൊന്നും വേണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഒരുപാട് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്ത് വണ്ടിയുടെ അതിലൂടെയൊക്കെ നോക്കി കേട്ടോ. അപ്പോൾ ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ നാളെ നമുക്ക് ഇന്ന് പോയാൽ ടാക്സിയിൽ പോയാലോ ഫിസിയോതെറാപ്പിക്ക് എന്ന് ആലോചിക്കുക. അത് ഭയങ്കര ചിലവാണെന്ന് വെച്ചാൽ ചിലവാണ്, എന്നാലും ഫിസിയോതെറാപ്പി മുടക്കണ്ടല്ലോ.
പോകാൻ പറ്റേ നാളെ നമുക്ക് വർക്ക്ഷോപ്പിൽ പോകണം. സോറി, നാളെ എനിക്ക് രാവിലെ വർക്ക്ഷോപ്പിൽ പോകണം. വണ്ടിയുടെ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കി കൊടുക്കാണ്ട്. തിരിച്ചു വരുമ്പോ തിരിച്ചു വരുമ്പോഴേ ഊബർ കിട്ടും. ആ ബുക്ക് ചെയ്തിട്ട് ആ വരാൻ ഡേറ്റ് ആവൂല്ലേ? അതൊന്നും കുഴപ്പമില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് വേറെ കളക്ടർ ഉദ്യോഗമൊന്നും ഇല്ലല്ലോ. ഇവിടെ വന്ന് ഈ കിഴക്കൊന്നും ഇല്ല, വയലിലോട്ട് നോക്കിയിരിക്കാനില്ലേ? അത് സന്ധ്യാവനം വരുമ്പോൾ എത്തിയാലും കാണാമല്ലോ. എന്നാ മടക്ക്. വണ്ടിയിൽ പോയാൽ അവിടെ നിന്ന് വണ്ടി കിട്ടുക അത് വെച്ചാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് 220 രൂപ കാണിക്കുന്നത്, 230 രൂപ അങ്ങോട്ട് കാണിക്കുന്നത് വൺ സൈഡ് യാത്ര. പിന്നെ ഇങ്ങോട്ടേക്കുള്ള യാത്ര കാണിക്കുന്നത്, ഇങ്ങോട്ടുള്ള യാത്ര 280 കാണിക്കുന്നത്. അത് ടൗണിൽ നിന്ന് ഇങ്ങോട്ടായതുകൊണ്ടാണ് റേറ്റ് കൂടുതലാണോ എന്നറിയില്ല. റഷ് കൂടുതലുള്ളപ്പം റേറ്റ് വ്യത്യാസം വരും. അതാണ് പരിപാടി. അപ്പം ഇതിക്കൊച്ച് ഇത് മടക്കട്ടെ, ഞാൻ പോയി ചായ ഇടട്ടെ. ചായ അല്ല, കാപ്പി. കാരണം 2 ദിവസമായിട്ട് അമ്മ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ പരിപാടി ഞങ്ങൾക്ക് ഇല്ലാത്തതായിരുന്നു. ഇത്തരം ദുശീലങ്ങളൊന്നുമില്ലല്ലോ ജി, ചായ കാപ്പി പരിപാടി ഞങ്ങൾക്ക് ഇല്ലാത്തതായിരുന്നു. അമ്മ വന്ന് നിന്ന് ഇത്തരം ദുശീലങ്ങളെല്ലാം ഞങ്ങൾക്ക് തന്ന്, അമ്മ വന്നപ്പോ ചായ കാപ്പിയല്ല അല്ലേ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ അതൊന്നും കുടിക്കാറൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ചോറോ അല്ലെങ്കിൽ കാപ്പി എന്തെങ്കിലും കുടിക്കുന്ന പരിപാടി ഉള്ളായിരുന്നു. അപ്പോൾ അതിന് ഞാൻ പോയി കാപ്പി ഇട്ടിട്ട് വരാം കേട്ടോ. ചായ അല്ല, കാപ്പി ഇട്ട്, കാപ്പിപ്പൊടി ഇരിപ്പുണ്ട്. ഇപ്പോൾ ചെറിയ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കഴിഞ്ഞാൽ ചെറിയ ഉഷാറ് വരും. അപ്പോൾ കാപ്പി ഇട്ടിട്ട് വരാ. മഴക്ക് നല്ലോണം മല്ലിച്ചി അവിടെ മരത്തിൽ നോക്കാതെ നട്ടി പെട്ടെന്ന്. ഞാൻ പതിയെ ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നീ പെട്ടെന്ന് ചെയ്യണം. അത് അങ്ങനെയാണ് ടാസ്ക്. ഓക്കെ ഓക്കെ. അപ്പം കാപ്പി ഇട്ടിട്ട് കാപ്പി കുടിക്കാം. ഞാൻ കാപ്പി ഇട്ടുകൊണ്ട് വന്ന് ചുടിച്ച് തുണി ഇതിപ്പോൾ 2 ഞാൻ മടക്കി വെച്ചാണ് ഡ്രസ്സ് കേട്ടോ. ഈ ഇരിക്കുന്ന ഇത്രയും അവൾ മടക്കി വെച്ചാൽ. പിന്നെ ഇതിനകത്തൊരു 2-3 ഡ്രസ്സ്. എന്നിട്ട് ഞാനത് ബാക്കി മടക്കാൻ തുടങ്ങിയപ്പോൾ അവൾ നാടകത്തിൽ പറയുന്ന ഡയലോഗൊക്കെ പറയുന്നത്, നിന്നെപ്പോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയതിൽ ദൈവമേ ഞാൻ നന്ദി പറയുന്നു. കൂടുതൽ സോപ്പിടല്ലേ? കൂടുതൽ സോപ്പിടല്ലേ? ഇത് മടക്കി വെക്കാൻ പറഞ്ഞിട്ട് ഇവിടെ അവൾ ഫോൺ എടുത്ത് വെച്ച് കളിച്ച് കുറച്ച് കഴിയുമ്പോൾ കാഴ്ച കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് ഞാൻ മടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഡയലോഗ്, നാടക ഡയലോഗൊക്കെ അടിക്കത്തിലേക്ക്. മടക്കാൻ കൈയുടെ ഹാൻഡിൽ മാറ്റി തരട്ടെ? അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ വിശേഷം. ഇനി അപ്പോൾ എന്താ ഇന്നത്തെ പരിപാടി? ഫുഡ് എന്താണെന്ന് വെച്ചാൽ റവയും ഇതൊക്കെ അമ്മ മേടിപ്പിച്ച് വെച്ചിട്ടാണ് പോയിട്ട് എല്ലാ സാധനങ്ങളും എന്നെ കൊണ്ട് ഇന്നലെ മേടിപ്പിച്ച് വെച്ച്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാത്രി എന്തെങ്കിലും നൈറ്റായിട്ട് എന്തെങ്കിലും ഡിന്നർ എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ ചപ്പാത്തി വരുത്താമെന്നാണ് എൻ്റെ ഒരു ഇത്. എനിക്കൊരു ആഗ്രഹം, പക്ഷേ എനിക്ക് കറി ഉണ്ടാക്കണം. അതുകൊണ്ട് നമ്മുടെ സൈത്ത് ബ്രോ വരുമ്പോൾ മുട്ടയും ബ്രെഡും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അത് നാളെ രാവിലത്തേക്ക് എടുക്കാമെന്നൊക്കെ കരുതിയത്. ഇനിയിപ്പം ഇന്നത്തേക്ക് മുട്ടയും ബ്രെഡും ആക്കിയാലോ ജി? അപ്പോൾ അതൊക്കെയാണ് വിശേഷം കേട്ടോ. അപ്പം നമ്മൾ എനിക്ക് ഏതായാലും കുഴപ്പമില്ല ഫുഡ് കേട്ടോ. എനിക്ക് കുറച്ച് കഴിക്കുള്ളൂ, ഏതായാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് വെച്ചാൽ അമ്മ വീട്ടിൽ ചെന്നു. ആ കാര്യം പറയാൻ വിട്ടുപോയി. അമ്മ വീട്ടിൽ ചെന്നില്ല, കൊല്ലത്ത് ടൗണിലെത്തിയിട്ടുണ്ട്. ഇനി അവിടുന്ന് ഏകദേശം ഒരു എത്ര ജി, ഏകദേശം ഒരു 7:30 ആകുമ്പോൾ വീട്ടിൽ ചെല്ലും. അപ്പോൾ അമ്മ സമാധാനമായി. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഹാപ്പി. അച്ഛൻ ഇത്ര ദിവസം യോയോ ആയിരുന്നു, ഒരു തടസ്സങ്ങളും ഇല്ല. അമ്മ അമ്മ ഇപ്പോൾ വരണമെന്ന് പറയുന്നുമില്ല അച്ഛൻ. അതുകൊണ്ട് അമ്മയാണെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ അച്ഛനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അമ്മയ്ക്ക് ടെൻഷൻ അച്ഛനോടുള്ള ഒറ്റയ്ക്കുള്ളതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അമ്മേനെ ഞങ്ങൾ പറഞ്ഞു വിട്ടത്. രണ്ടടുത്ത് അടിക്കുമ്പോഴേ അച്ഛനും ഒറ്റയ്ക്കുമ്പോൾ അച്ഛന് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ചെറിയ വിഷമമൊക്കെ ഉണ്ടാവില്ലേ? അതാണ് കാര്യമല്ലേ ചേച്ചി? അപ്പോൾ നാളെ നമ്മുടെ പുതിയ വിശേഷമായിട്ട് വരാം. എല്ലാവർക്കും ഒരു ബൈ പറയും. എല്ലാവർക്കും ബൈ കേട്ടോ. അപ്പോൾ എല്ലാ സ്നേഹിതർക്കും ഒരിക്കൽ കൂടി ബൈ പറയുന്നു. നാളെ കാണാം.